السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, 43-ാം അധ്യായം സൂറത്തു സുഖ്റൂഫിലെ 63 മുതൽ 69 വരെയുള്ള ആയത്തുകൾ ഇന്ന് നമുക്ക് പഠിക്കാം. അതിന്റെ പാരായണം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاء عيسى بالبينات قال قد جئتكم بالحكمة ولأبين لكم फिर से पढ़ें. ولأبين لكم بعض الذي تختلفون فيه. فاتقوا الله وأطيعون. فاتقوا الله وأطيعون. وأطيعون. إن الله هو ربي وربكم فاعبدوه. फिर से पढ़ें. ज़ेर ज़बर पेश का ख्याल रखें. هذا صراط مستقيم. فاختلف الأحزاب من بينهم. فويل للذين ظلموا من عذاب يوم أليم. هل ينظرون إلا الساعة أن تأتيهم بغتة. फिर से. إلا الساعة أن تأتيهم بغتة وهم لا يشعرون. الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. يا عباد لا خوف عليكم اليوم ولا أنتم تحزنون. يا عباد لا خوف عليكم اليوم ولا أنتم تحزنون. الذين آمنوا بآياتنا وكانوا مسلمين. الذين
ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും മാതാവ് മറിയം അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുമൊക്കെ മക്ക മുശ്രിക്കുകൾ പല വിധത്തിലുള്ള കുതന്ത്രങ്ങളല്ല പല ദുർന്യായങ്ങളും പറഞ്ഞതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അതായത് അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ വിളിച്ചു തേടുന്നുണ്ടോ അല്ല ആരെയൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അവരെല്ലാവരും നരകത്തിലെ വിറകുകളായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുവല്ലോ. ആ അടിസ്ഥാനത്തിൽ ഈസാ നബിയും മറിയമും എല്ലാം നരകത്തിൽ പ്രവേശിക്കുന്നവരാണോ? മലക്കുകളും അതുപോലെ തന്നെ നരകത്തിൽ പോകേണ്ടവരാണോ എന്നൊക്കെയുള്ള ചോദ്യം മുസ്ലിങ്ങളെ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയുള്ള കുതർക്കങ്ങൾ ഉന്നയിക്കുകയാണ്. അതിൽ പറഞ്ഞ മറുപടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ പറഞ്ഞ പോലെയുള്ള നന്മകൾ പ്രവർത്തിച്ചു വന്നവരൊക്കെ അതിൽ നിന്ന് ഒഴിവായിരിക്കും. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും നമുക്ക്, അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ ആരാധിച്ചിട്ടുണ്ടോ അവരെ എല്ലാം നരകത്തിലിടുമെന്ന. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഈ മക്ക മുശ്രിക്കുകൾ ചോദിച്ച പോലെ ഈസാ നബി ആരാധിക്കപ്പെടുന്നുണ്ട്, അപ്പോൾ ഈസാ നബിയെ നരകത്തിലിടണം എന്നല്ലേ? മലക്കുകൾ ആരാധിക്കപ്പെടുന്നുണ്ട്, മലക്കുകളെ നരകത്തിലിടണം എന്നാണല്ലോ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് ആരാധിക്കപ്പെടുന്നുണ്ട്, ആ മാതാവിനെ മറിയമിനെ നരകത്തിലിടണമല്ലോ. ഉസൈർ എന്ന പ്രവാചകൻ ആരാധിക്കപ്പെടുന്നുണ്ട്, ആ ഉസൈറിനെയും നരകത്തിലിടണമല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പുറമെ ആരെയൊക്കെ ആരാധിച്ചിട്ടുണ്ടോ ആ ആരാധ്യ വസ്തുക്കളെയൊക്കെ കൊണ്ടുവരും. അവരെയും അതിനെ ആരാധിച്ചവരെയും ഒക്കെ അള്ളാഹു നരകത്തിലേക്ക് അയക്കും. ഉദാഹരണത്തിന് വിഗ്രഹങ്ങളെ ആരാധിച്ചവരെ, ആ വിഗ്രഹത്തെ അള്ളാഹു കൊണ്ടുവരും, അതിനെ ആരാധിച്ചവരെയും കൊണ്ടുവരും, അവരെയൊക്കെ നരകത്തിലേക്ക് ആനയിക്കും. അതുപോലെ ഓരോന്നിനെയും. അപ്പോൾ ആ നിലക്ക് ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിച്ചവരോ, ഈസാ നബി അലൈഹി സ്വലാമിനെ നരകത്തിലിടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഈസാ നബിയുടെ അതേ രൂപത്തിലുള്ള ഒരു സൃഷ്ടിയെ അള്ളാഹു കൊണ്ടുവരും. ഈസാ നബിയെ ആരാധിച്ചവരോടൊക്കെ ഈസാ നബിയെ പിന്തുടർന്നുകൊള്ളാൻ പറയും, ഈസയെ പിന്തുടർന്നുകൊള്ളാനുള്ള കൽപ്പനയുണ്ടാവും. അപ്പോൾ ഈസാ നബിയുടെ അതേ രൂപത്തിലുള്ള ഒരു സൃഷ്ടിയെ അള്ളാഹുവോടെ കൊണ്ടുവരും. എന്നിട്ട് അതും അതിനെ ആരാധിച്ചവരും നരകത്തിലേക്ക് പോകുമെന്ന. യഥാർത്ഥ ഈസാ നബി അലൈഹിസ്സലാം സ്വർഗത്തിലേക്കും ആയിരിക്കും. കാരണം ആ പ്രവാചകന്മാരോ ഈ മലക്കുകളോ ഒന്നും തന്നെ അവരെ ആരാധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. അവരാരാധിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ആരാധിക്കപ്പെടുന്നത് അവർക്കൊട്ട് താല്പര്യവുമില്ല, ഇഷ്ടവുമില്ലാത്ത കാര്യമായിരുന്നു. എന്നിട്ടും അവരുടെ അനുമതിയോ അറിവോ കൽപ്പനയോ ഇല്ലാത്ത വിധം അവയെ ആണ് ഈ ബഹുദൈവ വിശ്വാസികൾ, അത് ജൂതരാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ മക്ക മുശ്രിക്കുകളാകട്ടെ, അവരാരാധിച്ചത്. അതുകൊണ്ട് തന്നെ ആരാധിക്കപ്പെടുന്ന ആ വസ്തുക്കൾ അതിന് ഉത്തരവാദിയല്ല. കാരണം അവർ പറഞ്ഞിട്ടല്ലല്ലോ ചെയ്തത്, അവരത് കൽപ്പിച്ചിട്ടില്ലല്ലോ ഇവരോട്. ഇവർ അതിക്രമം പ്രവർത്തിച്ചതാണല്ലോ. അതുകൊണ്ട് അതിക്രമകാരികളെ ശിക്ഷിക്കും. എന്നാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതൊക്കെ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ അതിന്റെ രൂപം, ആരെയാണോ ആരാധിച്ചത് അതിന്റെ രൂപം അള്ളാഹു ഉണ്ടാക്കിയിട്ട് അതിന്റെ പിന്നാലെ നരകത്തിൽ പോയിക്കൊള്ളാൻ പറയും. ഇങ്ങനെയാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുക. 63-ാമത്തെ ആയത്തിന്റെ അർത്ഥം നമുക്ക് പഠിക്കാം. وَلَمَّا جَاءَ عِيسَى بِالْبَيِّنَاتِ قَالَ قَدْ جِئْتُكُمْ بِالْحِكْمَةِ وَلِأُبَيِّنَ لَكُمْ بَعْضَ الَّذِي تَخْتَلِفُونَ فِيهِ فَاتَّقُوا اللَّهَ وَأَطِيعُونِ. വലമ്മ ജാഅ വന്നപ്പോൾ, ഈസ വന്നപ്പോൾ, ബിൽ ബയ്യിനാത്തി തെളിവുകളുമായി, വ്യക്തമായ തെളിവുകളുമായി ഈസാ അലൈഹിസ്സലാം വന്നപ്പോൾ, ഖാല അദ്ദേഹം പറഞ്ഞു, ഖദ് ജിഅ്തു തീർച്ചയായും ഞാൻ വന്നിരിക്കുന്നു, ഖദ് തീർച്ചയായും, ജിഅ്തു ഞാൻ വന്നു, കും നിങ്ങളുടെ അടുക്കൽ. അപ്പൊ ഖദ് ജിഅ്തുക്കും തീർച്ചയായും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു, ബിൽ ഹിക്മത്തി വിജ്ഞാനവും കൊണ്ടുവന്നിരിക്കുന്നു, വലി ഉബയ്യിന വിശദീകരിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഈ വേണ്ടി എന്നർത്ഥം. ഉബയ്യനാറിനെ ഞാൻ വിശദീകരിക്കുക, വ്യക്തമാക്കുക. അപ്പൊ ഞാൻ വിവരിച്ചു തരുന്നതിന് അല്ലെങ്കിൽ വിശദീകരിച്ചു തരുന്നതിനും വേണ്ടി വന്നിരിക്കുന്നു. ലക്കും നിങ്ങൾക്ക്, ബഅള ചിലത്, അല്ലദീ തഖ്തലിഫൂന നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽപ്പെട്ട ചിലത്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ ചിലത് നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരുന്നതിനും വേണ്ടി, ഫീഹി ആ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലത് വിശദീകരിച്ചു തരാനും. ഫത്തഖുല്ലാഹ ഫത്തഖു ആകയാൽ നിങ്ങൾ സൂക്ഷിക്കുക, ഫ അപ്പോൾ ആകയാൽ എന്നൊക്കെ അർത്ഥം. ഫ ആകയാൽ, ഇത്തഖു നിങ്ങൾ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, വ അത്തിയൂൻ എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. അത്തിയൂനി എന്നാണ് അവസാനത്തിലുള്ള നീട്ടുന്ന യാ ഒഴിവാകും വഖഫായതുകൊണ്ട്. അപ്പൊ അത്തിയൂനി, ആ നീ എന്നുള്ളത് വഖഫിലായതുകൊണ്ട് ഇൻ വായിക്കും. വ അത്തിയൂൻ എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുവീൻ.
അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് കുറെ കുതന്ത്രങ്ങൾ ഇവർ നേരത്തെ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടിയും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ദൗത്യം എന്തായിരുന്നു, എന്ത് ലക്ഷ്യവുമായിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാം അവരുടെ അടുക്കൽ വന്നത്, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് അയച്ചത്? ഇതാണ് ഇനിയുള്ള ആയത്തുകളിൽ ഒന്ന് രണ്ട് ആയത്തുകളിലായിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാം ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അവരുടെ അടുക്കൽ വന്നത്. ഇതെന്തായി വ്യക്തമായ തെളിവുകൾ? പല വിധത്തിലും മുഫസ്സിറുകൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ബയ്യിനാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഈസാ അലൈഹിസ്സലാമിന് ലഭിച്ചിട്ടുള്ള ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥമാണ് എന്ന് വിശദീകരിക്കപ്പെടുന്നവരുണ്ട്, മുഫസ്സിറുകൾ തന്നെ. അതിനൊക്കെ ഉപോത്ബലകമായിട്ട് സലഫുകളുടെ, താബികളുടെ, സ്വഹാബത്തിന്റെ ഒക്കെ അഭിപ്രായങ്ങളും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങളെല്ലാം അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് എന്ന് വിശദീകരിക്കുന്നവരുമുണ്ട്. അങ്ങനെയും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ അത് രണ്ടും കൂട്ടിയോജിപ്പിച്ചാൽ ഒന്ന് തന്നെയാണ്. എങ്ങനെ? ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ മതകാര്യങ്ങളൊക്കെയും അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു എന്നാ. രണ്ടും ഒന്ന് തന്നെ സംഭവം. എന്നിട്ട് ആ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത് ബിൽ ഹിക്മത്തി, വിജ്ഞാനവുമായാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നുബുവത്താണ്, ഈസാ അലൈഹിസ്സലാമിന് കൊടുത്ത പ്രവാചകത്വമാണ് എന്ന് പറയുന്നുണ്ട്. അതല്ല, ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിലുള്ള വിജ്ഞാനം, മതവിജ്ഞാനങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, എല്ലാം ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അർത്ഥങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം വ്യക്തമായ തെളിവുമായിട്ട്, അതുപോലെ കൃത്യമായ വിവരവുമായിട്ട് അവരുടെ അടുക്കൽ വന്നു. എന്നിട്ട് പിന്നെ ഈസാ നബി അലൈഹി സ്വലാം പറയുന്നത്, പ്രവാചകന്റെ, ഈസാ പ്രവാചകന്റെ അലൈഹിസ്സലാമിന്റെ നിയോഗ ലക്ഷ്യം. മൂന്നാമത്തത് പറയുന്നത് വലി ഉബയ്യിനലക്കും ബഅദല്ലദീ തഖ്തലിഫൂന ഫീഹി, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിൽ നിൽക്കുന്ന വിഷയങ്ങളിൽ ചിലത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിനെ അയച്ചതിന്റെ 3 ഉദ്ദേശങ്ങളാണ് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഒന്ന് ബയ്യിനാത്ത്, എന്ത്, പിന്നെ തൗറാത്ത്, അല്ലെങ്കിൽ തൗറാത്തല്ല, ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ വിവരങ്ങൾ നൽകുക. രണ്ടാമത്തത് ഹിക്മത്ത്, അതേ ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തമായ വിവരങ്ങൾ അവർക്ക് നൽകുക, അറിവ് അവർക്ക് കൈമാറുക. മൂന്നാമത്തത് പറയുന്നത് അവർക്കിടയിൽ ഭിന്നാഭിപ്രായമുള്ള കുറെ വിഷയങ്ങളുണ്ട്, അതിൽ ചിലതൊക്കെ വിശദീകരിച്ചു കൊടുക്കുക, അതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത്. എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം പറയുന്നത് ഫത്തഖുല്ലാഹ വഅതിഉ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണം എന്ന് ഈസാ നബി അലൈഹി സ്വലാം അവരോട് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? ചിലതാണല്ലോ, അവർക്കിടയിൽ തർക്കമുള്ള വിഷയങ്ങൾ മുഴുവൻ വിശദീകരിക്കുക എന്നല്ല ആയത്തിൽ പറയുന്നത്, ചിലത് വിശദീകരിക്കുക. ബഅളാണ്. എന്താ ബഅള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെല്ലാമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ബഅള് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും കുല്ല്, മുഴുവൻ എന്ന അർത്ഥത്തിലാണ് അതിന്റെ പ്രയോഗം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതല്ല, അവർക്കിടയിൽ മതപരമായ വിഷയത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ അതിൽ തീർപ്പ് കൽപ്പിച്ചു കൊടുക്കുക, ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ. ആ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നാൽ ഭൗതികമായ കാര്യങ്ങളിൽ അവർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അതുപോലെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഓരഭിപ്രായം പോലെ ഓരോരുത്തരും അവരവന്റെ അഭിപ്രായം പോലെ ചെയ്തോട്ടെ. അവരെ ദുനിയവിയായ കാര്യങ്ങളല്ലേ, അവരെ കച്ചവടത്തിലോ കൃഷിയിലോ വീടിൻ്റെതോ കെട്ടിടത്തിൻ്റെതോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ അവർക്ക് അവരുടേതായ തീരുമാനം പോലെ ഓരോരുത്തരും അവരുടെ താല്പര്യം പോലെ ചെയ്തോട്ടെ. അതേസമയത്ത് മതത്തിന്റെ കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാനോ ഇഷ്ടമനുസരിച്ച് വിശ്വസിക്കാനോ ആചരിക്കാനോ പറ്റില്ല. അത് അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് മതവിഷയങ്ങളിൽ ഭിന്നിപ്പുള്ള കാര്യങ്ങളൊക്കെ ഈസാ നബി അലൈഹിസ്സലാം ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കൊടുത്തു എന്നാണ്. നേരത്തെ അവർക്ക് വേദഗ്രന്ഥം ലഭിച്ചിട്ടുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിലൂടെ തൗറാത്ത് ലഭിച്ചിട്ടുണ്ട്. ആ തൗറാത്താണ് അടിസ്ഥാനമായിട്ട് ഇഞ്ചീലിൻ്റെത്. തൗറാത്തിലെ ചില ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ, ചില കാര്യങ്ങളൊക്കെയും ഒന്നുകൂടെ വ്യക്തമാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൽ നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുകയോ ഒക്കെയാണ് ഇഞ്ചീലിലൂടെ ചെയ്യുന്നത്. ഇഞ്ചീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ വേദഗ്രന്ഥമല്ല. തൗറാത്ത് വേദഗ്രന്ഥത്തിന്റെ വിശദീകരണമോ അതിലുള്ള ചില മാറ്റങ്ങളോ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇഞ്ചീൽ എന്നാണ്. പുതിയൊരു ശരീഅത്ത് എന്ന് അതിനെ പറയാൻ പറ്റില്ല എന്നാണ്. തൗറാത്താണ് യഥാർത്ഥത്തിലുള്ള ശരീഅത്ത്. അതിലെ കാലോചിതമായിട്ടോ അല്ലെങ്കിൽ അവരുടെ തന്നെ ആ ബനു ഇസ്രായേലിയരുടെ ഈ തെറ്റായ പ്രവർത്തനങ്ങളെ കൊണ്ട് അവർക്ക് ശിക്ഷ എന്ന നിലയ്ക്ക് ചിലതൊക്കെ അള്ളാഹു നിഷിദ്ധമാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അനുവദിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന ലക്ഷ്യം തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാമും നിർവഹിച്ചിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ മത വിഷയത്തിൽ ഉള്ള ഭിന്നിപ്പ് വിശദീകരിച്ചു കൊടുക്കുന്നു, ദുനിയവിയായ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ മതവിഷയങ്ങളിൽ ഭിന്നിപ്പുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ല. അവർക്ക് ആവശ്യമുള്ളത്, അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതെന്തോ അത് മാത്രം വിവരിച്ചു കൊടുക്കുന്നേ ഉള്ളൂ, അതിന്റെ തർക്കം തീർത്തു കൊടുക്കുന്നേ ഉള്ളൂ എന്നും വിശദീകരിക്കപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ പല വിഷയങ്ങളിലും ബനു ഇസ്രായേലിയരില് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരൈക്യമില്ലാത്ത ജനതയായിരുന്നു. 12 വിഭാഗങ്ങൾ, 12 ഗോത്രങ്ങളായിരുന്നു അവർ. ആ 12 ഗോത്രങ്ങളും തമ്മിൽ തല്ലുന്ന,
ഒരൈക്യമില്ലാത്ത ഒരാൾ ഒരു വിഭാഗം പറഞ്ഞതിന്റെ എതിര് മറ്റൊരു വിഭാഗം പറയുന്ന ആ തരത്തിലുള്ള നന്ദി കെട്ട ഒരു വിഭാഗമാണ് ബനൂ ഇസ്രായേലിയർ. അതിന്റെ പിൻതലമുറയാണ് ഇന്നുള്ള ജൂതന്മാർ, ഇസ്രായേൽ ജനത. അവർക്കും അങ്ങനെ തന്നെയാണ്. നന്ദികേടിന്റെയും വഞ്ചനയുടെയും മാത്രം ഒരു ജനതയാണ് ഈറ്റകൾ. അത് തലമുറകളായിട്ട് അവരുടെ രക്തത്തിലൂടെ അതിന്റെ തന്നെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇന്നും വഞ്ചനയുടെയും ക്രൂരതയുടെയും മുഖം മാത്രമാണ് ഈ ജൂത സമൂഹത്തിനുള്ളത്. അപ്പോ അതില് എന്തൊക്കെയാണോ അവർക്ക് തിരുത്തി ക്ലിയറാക്കി കൊടുക്കേണ്ടത്, വ്യക്തമാക്കി കൊടുക്കേണ്ടത്, അതൊക്കെ ഈസാ നബി അലൈഹിസ്സലാം വ്യക്തമാക്കി കൊടുക്കുന്നു. തുടർന്ന് അള്ളാഹു 64-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇന്നല്ലാഹ ഹുവ റബ്ബി വ റബ്ബുകും ഫഅ്ബുദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. തുടർന്ന് ഈസാ നബി അലൈഹിസ്സലാം അവരോട് പ്രബോധനം ചെയ്യുന്ന കാര്യം തന്നെ പറയുന്നത്, ഇന്ന തീർച്ചയായും അള്ളാഹു ഹുവ അവനാണ്, റബ്ബി എന്റെ രക്ഷിതാവ്, വറബ്ബുക്കും നിങ്ങളുടെയും രക്ഷിതാവ് അവൻ തന്നെയാണ്, ഫഅ്ബുദൂഹു ആകയാൽ അവനെ നിങ്ങൾ ആരാധിക്കുക, ആകയാൽ ഉഅ്ബുദു നിങ്ങൾ ആരാധിക്കുക, ഹു അവനെ, ഹാദാ ഇതാണ്, സിറാത്ത് പാത, മുസ്തഖീം നേരായ പാത. അപ്പൊ നേരായ പാത ഇതാകുന്നു. അവിടെ പറയുന്നത് അള്ളാഹു ആകുന്നു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ്, ആകയാൽ നിങ്ങൾ അവനെ ആരാധിക്കണം, റബ്ബിനെ ആരാധിക്കണം. റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാ? സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ, അവനാണ് റബ്ബ് അഥവാ രക്ഷിതാവ് അല്ലെങ്കിൽ നാഥൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. വിശാലമായ അർത്ഥ. മലയാളത്തിൽ പറയുന്നത് പോലെയുള്ള വെറും ഒരു രക്ഷിതാവ് എന്നോ നാഥന് എന്നോ മാത്രമല്ല റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം. ഓരോ സമയത്തും എന്താണോ ആ ജീവിക്ക് വേണ്ടത്, ആ സൃഷ്ടിക്ക് വേണ്ടത്, ആ വേണ്ട അളവില് കൃത്യമായിട്ട് അത് നൽകി വളർത്തിക്കൊണ്ടുവരുന്നവനാ. അതാണ് റബ്ബിന്റെ കൃത്യമായ അർത്ഥം. അതായത് ജനിച്ചു വീഴുന്ന ശിശുവിന് അപ്പോൾ ആ ശരീരത്തിലേക്ക് എന്താണോ ആവശ്യമുള്ളത് ആ നിലക്കുള്ള പാല് അള്ളാഹു മാതാവിന് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുകയും ആ ശിശുവിന്റെ വളർച്ചക്കനുസരിച്ച് മാതാവിന്റെ പാല് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ആ ശിശു വളരുന്നതിനനുസരിച്ച് മറ്റു ഭക്ഷണങ്ങൾ, അവന് വേണ്ടതായ ഭക്ഷണങ്ങൾ ഇവിടെ സജ്ജമാക്കി വെക്കുകയും അത് കഴിച്ച് മെല്ലെ മെല്ലെ അത് ദഹിപ്പിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് അവന്റെ ശരീരത്തെ മാറ്റുകയും ചെയ്യുക. അങ്ങനെ ഓരോ സമയത്തും എന്താണോ ആവശ്യം, അത് എത്രയാണോ ആവശ്യം, അത് ആ അളവിൽ നൽകുന്നവൻ അല്ലെങ്കിൽ നൽകാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയവൻ. രണ്ടുമാകാം. ഇപ്പൊ പാലിൻ്റെതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു നേരിട്ട് സംവിധാനിക്കുന്നതാണ്. എന്നാൽ മറ്റു സാധനങ്ങളൊക്കെ കൃത്യമായ അളവിൽ കൊടുക്കാൻ പര്യാപ്തമായ വിധത്തിൽ അള്ളാഹു ഇവിടെ സജ്ജീകരിച്ചു വെച്ചു. അത് മനുഷ്യർ തന്നെ, മാതാക്കളോ പിതാക്കളോ കുടുംബക്കാരോ ഡോക്ടർമാരോ നഴ്സുമാരോ ആരാണെങ്കിലും അത് അതിൻ്റെ വേണ്ടതായ അളവിൽ വേണ്ട സമയത്ത് കൊടുക്കുന്നു. ആ അളവനുസരിച്ച് കൊടുക്കാൻ പര്യാപ്തമായ വിധത്തിൽ വസ്തുക്കളെ ഇവിടെ സജ്ജീകരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഒരു അളവ് കണക്കാക്കിയിട്ട് ഒരു നിശ്ചിത അളവിൽ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പഴം തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ. ഒരു നേന്ത്രപ്പഴം, ഒരു ഉദാഹരണം പറയാണ്. ആ പഴം മുറിക്കാനോ കഷ്ണിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയാതെ അങ്ങനെ തന്നെ വിഴുങ്ങാനേ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചത് അങ്ങനെ നോക്കി ഒരു ഊഹം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. അതങ്ങനെ തന്നെ വിഴുങ്ങാനേ ആ സാധനം പറ്റുള്ളൂ. മുറിക്കാൻ പറ്റില്ല, കഷ്ണിക്കാൻ പറ്റില്ല, കടിക്കാൻ കഴിയില്ല, ചതക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണത്. ഒരു റബ്ബർ പഴം പോലെ ഒന്ന് കൂട്ടിക്കോളി. അത് അങ്ങനെ തന്നെയാണ് കഴിക്കാൻ പറ്റുള്ളൂ എങ്കിൽ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്കോ അല്ല മുതിർന്നവർക്ക് പോലും അത് കഴിക്കാൻ കഴിയും. അത് കൃത്യമായ അളവിൽ കൊടുക്കാൻ കഴിയുമോ? അത് കൂട്ടാനും പറ്റൂല, കുറക്കാനും കഴിയില്ല, അല്ലെ? ഇങ്ങനത്തെ ഒരവസ്ഥ വരില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി. അപ്പൊ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായ അളവിൽ വീതം വെച്ചെടുക്കാൻ, കൃത്യമായിട്ട് എടുക്കാൻ പര്യാപ്തമായ വിധത്തിലാണ് പടച്ച റബ്ബ് എല്ലാം ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അങ്ങനെ സംവിധാനിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവനാണ് റബ്ബ്. ആ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം അത്. അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളാ. എന്ത്? റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഈ രൂപത്തിൽ സൃഷ്ടിക്കുന്നവനായ ഒരു ശക്തിയും ഭൂമുഖത്തില്ല. ഈ രൂപത്തില് ഒരു സൃഷ്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ളവരും ഈ ഭൂമുഖത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെയാകുന്നു, ആ സൃഷ്ടാവിനെയാണ്. അത് റബ്ബ് എന്ന് പറഞ്ഞാലും അള്ളാഹു എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇതാണ് ഈസാ നബി അലൈഹിസ്സലാമും പഠിപ്പിച്ചു കൊടുത്തത് ആ ജനതക്ക്. അള്ളാഹു പറയാ എന്ത് സംഭവിച്ചു ആ ജനതക്ക് എന്നാ. ഇസ്രായേലിയരിലേക്ക് ഈസാ നബി അലൈഹി സ്വലാം വന്ന് ഇങ്ങനെയൊക്കെ പ്രബോധനം നടത്തി കൊടുത്തു, ദീർഘമായവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു? ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം ഫവൈലുൽ ലില്ലദീന ളലമൂ മിൻ അദാബി യൗമിൻ അലീം. 65-ാമത്തെ ആയത്ത്. ഫഖ്തലഫ എന്നിട്ട് അവർ ഭിന്നിച്ചു. എന്നിട്ട് അല്ലെങ്കിൽ ശേഷം അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ അർത്ഥം പറയാം. ഇഖ്തലഫ ഭിന്നിച്ചു. അൽ അഹ്സാബ് കക്ഷികൾ, പല കക്ഷികൾ ഭിന്നിച്ചു.
മിംബൈനിഹിം അവർക്കിടയിൽ നിന്ന്. അപ്പൊ അവർക്കിടയിൽ നിന്ന് വിവിധ കക്ഷികളായിട്ട് അവർ ഭിന്നിച്ചു. ആകയാൽ അല്ലെങ്കിൽ അതുകൊണ്ട് വൈലുൻ നാശം ലില്ലദീന ഒരു കൂട്ടർക്ക് വലമു അക്രമിച്ചവരായ, അഥവാ ലില്ലദീന വലമു അക്രമികൾക്ക് നാശം, മിൻ അദാബി ശിക്ഷയാലുള്ള നാശം, മിൻ ആലുള്ള എന്നർത്ഥം പറയാം, മിൻ അദാബി ശിക്ഷയാലുള്ള നാശം, യൗമ് ഒരു ദിവസത്തിന്റെ, അലിയും വേദനാജനകമേറിയ ഒരു ശിക്ഷയാലുള്ള അല്ലെങ്കിൽ ശിക്ഷ കൊണ്ടുള്ള നാശം അവർക്ക് തന്നെയാകുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയൊക്കെ ഈസാ നബി അലൈഹി സ്വലാം അവർക്ക് പ്രബോധനം ചെയ്തു കൊടുത്തു. പക്ഷെ അവരെന്താ സംഭവിച്ചത്? അവർ വീണ്ടും വിവിധ കക്ഷികളായി തിരിഞ്ഞു, വിവിധ ഗ്രൂപ്പുകളായിട്ട് അവർ മാറി. യഥാർത്ഥത്തിൽ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ എന്തൊക്കെയാണോ അവർക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടത് അതൊക്കെ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇഞ്ചീൽ അനുസരിച്ചുകൊണ്ട് വിധിച്ചു കൊടുത്തു, വ്യക്തമാക്കി കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ടും ഈ സമൂഹത്തിന്റെ ഈ ജനതയിൽ വിവിധ കക്ഷികളായിട്ട് അവർ പിരിഞ്ഞു. എന്താ, വിവിധ ഗ്രൂപ്പുകളോ കക്ഷികളോ അവരായി തീർന്നു. അവരൊരുപാട് അഭിപ്രായ വ്യത്യാസത്തിലായി തീർന്നു പല വിഷയത്തിലും. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, എന്നിട്ട് അവർക്കിടയിൽ നിന്ന് പല കക്ഷികൾ ഭിന്നിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ഭിന്നിച്ചു പോയ കക്ഷികൾക്ക് എന്താണ് ശിക്ഷ? അള്ളാഹുവിന്റെ നരകമാകുന്ന ശിക്ഷ, അന്ത്യദിനത്തിലെ വേദനാജനകമായ ശിക്ഷയാലുള്ള ബുദ്ധിമുട്ട്, അതിന്റെ നാശം അള്ളാഹു അവർക്ക് നൽകുക തന്നെ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വിശ്വാസികളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായിട്ട് അള്ളാഹു വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നൽകി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം കൊണ്ടത് ജീവിതത്തിലൂടെ കാണിച്ചു തന്നു, പ്രബോധനത്തിലൂടെ കാണിച്ചു തന്നു, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, അംഗീകാരത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ അത് സമർപ്പിച്ച് കാണിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത ആ സത്യസന്ദേശത്തിന് വിരുദ്ധമായി, അല്ലെങ്കിൽ അതിനെ കുറച്ചങ്ങോട്ട് മാറ്റിവെച്ച്, അല്ലെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ അതിൽ കുറെ കൂട്ടിച്ചേർക്കലുകൾ വരുത്തി അങ്ങനെ ജീവിക്കുന്ന മുസ്ലിം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. കക്ഷികളായി തിരിഞ്ഞവർ, വിഭാഗങ്ങളായി തിരിഞ്ഞവർ, ഗ്രൂപ്പുകളായി തിരിഞ്ഞവർ, എന്നിട്ട് പരസ്പരം പോരടിക്കുന്നവരായ കക്ഷികൾ, തൗഹീദിനെതിരായിട്ട് നിൽക്കുന്നവർ, തൗഹീദിനെ എതിർക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളൊക്കെയും ശിർക്കിന് തെളിവാക്കുന്ന ആൾക്കാർ, ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാർ, അവനവന്റെ താല്പര്യത്തിന് വേണ്ടി വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാർ, അത്തരക്കാർ നരകത്തിലാണ് അവരുടെ പാർപ്പിടം, അവരുടെ ഇരിപ്പിടം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങൾ, ഉത്തമ വിഭാഗക്കാർ, അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികൾ പോലും ഇന്ന് അങ്ങനെയായി പോയിരിക്കുന്നു. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കരുതിയിരിക്കേണ്ടതാണ്. അള്ളാഹു ചോദിക്കുന്നു, ഹൽ യൻദുറൂന ഇല്ല സ്സാഅത അൻ തഅതിയഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. 66-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ ഒരു ചോദ്യ, ഹൽ യൻദുറൂന അവർ കാത്തിരിക്കുന്നുണ്ടോ, ഇല്ല സ്സാഅത അന്ത്യദിനത്തെ അല്ലാതെ. ഇനി എന്തും നോക്കി അവർ നിൽക്കുന്നതെന്നാ. അന്ത്യദിനത്തെ അല്ലാതെ മറ്റെന്താണ് അവർ നോക്കി നിൽക്കുന്നത്? അന്തഅതിയഹും അത് വരുന്നത്, അന്തഅതിയ വരിക, ഹും അവരുടെ അടുക്കൽ, ആ അന്ത്യദിനം വരുന്നത് നോക്കിയാണോ അവരിയ്ക്കുന്നത്? ബഗ്തതൻ പെട്ടെന്ന്, ആകസ്മികമായി, പൊടുന്നനെ വന്നു വീഴുക, എന്ത്, അന്ത്യം വന്നു പോവുക. വഹും അവരാണെങ്കിലോ ലാ യശ്ഉറൂൻ ഒന്നും അവർക്ക് അതിനെപ്പറ്റി അറിയുകയില്ല. അപ്പൊ ഒന്നും അറിയാത്ത അവസ്ഥയിൽ അന്ത്യദിനം വരുന്നു എന്ന അറിയിപ്പ് പോലും അവർക്കില്ലാത്ത വിധത്തിൽ അന്ത്യദിനം പെട്ടെന്ന് തന്നെ അവരുടെ മുമ്പിൽ, അവരുടെ അടുക്കൽ വന്നു ചേരുന്നതിനെയാണോ അവർ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഇത്രയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും, ഇത്രയൊക്കെ തെളിവുകൾ പ്രവാചകൻ നൽകിയിട്ടും, ഈസാ നബി അലൈഹിസ്സലാം ഇത്ര വ്യക്തമായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടും, ഒരുപാട് മുഅ്ജിസത്തുകൾ ഈസാ നബി അലൈഹിസ്സലാം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും, ഒരു കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അള്ളാഹു കൽപ്പിക്കും, അതിൽ ഊതാൻ കൽപ്പിക്കും അള്ളാഹു. ആ സമയത്ത് അത് ജീവനുള്ള പക്ഷി കണക്കെ അത് പാറിപ്പോകുന്നു. അതവർ നോക്കിക്കാണുന്നു. ആ ബനു ഇസ്രായേലിയർ അവർ നേരിട്ട് ഇങ്ങനെ കാണുകയാണ് ഈ സംഭവം. വെള്ളപ്പാണ്ടുള്ളവൻ അവരുടെ ശരീരത്തിലൂടെ ഈസാ അലൈഹിസ്സലാം തടവുന്നതോടുകൂടെ അവരുടെ വെള്ളപ്പാണ്ടൊക്കെ മാറിപ്പോകുന്നു. അതവരിങ്ങനെ നോക്കി കാണുന്നു. അവർ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ പലതും, അങ്ങനെ പല മുഅ്ജിസത്തുകളും ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണ് എന്നതിന്റെ തെളിവ് അവരുടെ മുമ്പിൽ ഈസാ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തു. എന്നിട്ടും അതൊന്നും അംഗീകരിക്കാതെ, അതൊന്നും വിശ്വസിക്കാതെ വീണ്ടും അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ച് ഭിന്നിച്ചു പോയ ആൾക്കാർ, അതാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുക, ഇനി എന്താ അവർ കാത്തിക്കുന്നത്? അന്ത്യദിനം വരുന്നതും കാത്താണോ ഇവർ നിൽക്കുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. 67-ാം ആയത്ത്,
الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. തുടർന്ന് അള്ളാഹു 67-ാമത്തെ ആയത്തിൽ ഓർമ്മപ്പെടുത്തുക, ആ അന്ത്യദിനം വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ, അന്നത്തെ അവസ്ഥ. അൽ അഖില്ല, ഓ ചങ്ങാതിമാർ അഥവാ കൂട്ടുകാർ, യൗമഇദിൻ അന്ന് അന്ത്യദിനത്തിലെ, ബഅ്ളുഹും ചിലർ, അവരിൽ ചിലർ, ബഅ്ള് ചിലർ, ഹും എന്ന് പറഞ്ഞാൽ അവരിലെ, അപ്പൊ അവരിലെ ചിലർ, ലി ബഅ്ളിൻ മറ്റു ചിലർക്ക്, അദുവ്വൻ ശത്രുക്കളായിരിക്കും. അന്ത്യദിനം സംഭവിക്കുമ്പോൾ ചങ്ങാതിമാരാണ്, ദുനിയാവിലെ വളരെ അടുത്ത സന്തത സഹചാരികളായി ജീവിച്ചിട്ടുള്ള, ഏറ്റവും അടുത്ത ഉറ്റമിത്രങ്ങളായിട്ട് ജീവിച്ചവരാ. അവരൊക്കെ നാളെ പരലോകത്തെത്തുമ്പോൾ പരസ്പരം ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ച ഭയഭക്തന്മാരായ മുത്തഖികൾ ഒഴികെ മറ്റുള്ളവരൊക്കെ പരസ്പരം ശത്രുക്കളാണ്. ഇതോട് ഓർമ്മപ്പെടുത്തുകയാണല്ലോ. എന്ത്? ആ ഖിയാമത്ത് നാളില് ഇവിടുത്തെ ചങ്ങാത്തം ഒന്നും തന്നെ അന്ന് അവിടെ ഉപകരിക്കൂല. ഉപകരിക്കും എന്ന് മുത്തഖികളായിട്ടുള്ള ചങ്ങാതിമാരാണെങ്കിൽ, കൂട്ടുകാരെ, അവർ മുത്തഖികളായ ഭയഭക്തിയുള്ള അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ദീനുള്ളവരാണെങ്കിൽ അത് ഉപകരിക്കും, അവർ ശത്രുക്കളാവില്ല. അതേസമയത്ത് ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചങ്ങാതിമാരായി വന്നവർ, ചങ്ങാത്തം കൂടിയവർ, അങ്ങനെയാണ് മഹാഭൂരിഭാഗവും. ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ ആസ്വാദ്യതകൾക്ക് വേണ്ടി അങ്ങനെ വന്നവരാണ് ഇന്ന് കാണുന്ന കൂട്ടുകാരിൽ മഹാഭൂരിഭാഗവും. കൂട്ടുകാരില്ലാത്ത ആളുണ്ടാവൂല. പല തരത്തിലുള്ള കൂട്ടുകാരായിരിക്കും ഉണ്ടാവുക. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ തോളിൽ കൈയിട്ട് കിടക്കാന്ന് മാത്രമല്ല, തൻ്റെ ജീവിത കാര്യങ്ങളിൽ, അത് ബിസിനസ് ആകട്ടെ, കൃഷിയാവട്ടെ, കച്ചവടമാകട്ടെ, വേറെ എന്ത് കാര്യങ്ങളാകട്ടെ, ജോലിയാകട്ടെ, അവിടെയൊക്കെ ഇവന്റെ ഒപ്പം നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. തൊഴിലാളികളാകാം, ഉദ്യോഗസ്ഥന്മാരാവാം, അതുപോലെയുള്ള അതിന്റെ സഹായികളാകാം, അങ്ങനെയൊക്കെ ആവാം. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. അവരൊക്കെ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക്, ദുന്യവിയായ വിഷയങ്ങളിൽ മാത്രമാണ് അവർ കൂട്ടുചേർന്നതെങ്കിൽ, അവരുടെ കച്ചവടം വിപുലീകരിക്കുന്നതായി വേണ്ടിയായിരുന്നു അവരുടെ കൂട്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കൃഷി വിജയകരമാക്കുന്നതിന് വേണ്ടിയാണ് അവർ കൂട്ടുചേർന്നത് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഓഫീസിലെ ജോലി വളരെ ഭംഗിയായി ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയാണ് അവർ കൂട്ടുകാരികളായി സഹകരിച്ചതെങ്കിൽ, കൂട്ടുകാരായി സഹകാരികളായി നിന്നതെങ്കിൽ, അത്തരത്തിലുള്ളവരെല്ലാം നാളെ ഖിയാമത്ത് നാളിൽ പരസ്പരം ശത്രുക്കളായിരിക്കും. എന്നാൽ ഈ കൂട്ടുകൂടിയത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി, പ്രചാരണത്തിന് വേണ്ടി, അത് പഠിക്കുന്നതിന് വേണ്ടി, പകർത്തുന്നതിന് വേണ്ടി, പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെയാണ് കൂട്ടുകാരായി നിന്നതെങ്കിൽ, അള്ളാഹുവിന്റെ പേരിലാണ് കൂട്ടായതും അള്ളാഹുവിന്റെ പേരിലാണ് കൂട്ടുപിരിഞ്ഞതും എങ്കിൽ, അവർ നാളെ പരലോകത്ത് അവർ ഉപകരിക്കും. അവർ അങ്ങനത്തെവര് ശത്രുക്കളാവില്ല. അവർ പരലോകത്തും ഇവിടെയുള്ളതുപോലെ ഇതിനേക്കാളും വലിയ മിത്രങ്ങളായിട്ട് അവിടെ നാളെ പരലോകത്തുണ്ടാകും. സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ അല്ലാഹില്ലാഹു യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വൻ, അന്ന് ഈ ദുനിയാവിൽ വെച്ച് ഉണ്ടായിരുന്ന ശത്രുക്കളൊക്കെയും അന്ന് ഖിയാമത്ത് നാളിൽ ഇഹലോക ജീവിതത്തിൽ കൂട്ടുകാരായിട്ട് ഉണ്ടായിരുന്നവരൊക്കെ നാളെ പരലോക ജീവിതത്തിൽ ഖിയാമത്ത് നാളിൽ പരസ്പരം ശത്രുക്കളായിരിക്കും. ഒഴിവുള്ളത് തഖ്വയോടുകൂടെ ജീവിച്ചവർ മാത്രമേ അവിടെ ഒഴിവുണ്ടാവുകയുള്ളൂ. അങ്ങനെ മുത്തഖികളായി ജീവിക്കുക. കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുചേരുക. ദുനിയാവിന്റെ കാര്യത്തിൽ വേണ്ടെന്നല്ല പറയുന്നത്, ദുനിയാവിന്റെ കാര്യവും ഉണ്ടാവും, അതിലും സഹായികൾ വേണ്ടി വരും. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായ ഒരു കൂട്ടുകാരനായി, ഒരു സഹകാരിയായി, ഒരു സംരക്ഷകനായി നമ്മൾ സ്വീകരിക്കേണ്ടത്, ഉറ്റമിത്രമായി സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കൂട്ടുകാരനാണ്, ദീനിന് വേണ്ടിയുള്ള കൂട്ടുകാരനാണ്. അതാ ഒരു ഹദീസിൽ കാണുന്നത്, മൻ അഹബ്ബലില്ലാഹി വ അബ്ഗദലില്ലാഹി വ അഅ്താലില്ലാഹി വ മനഅലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ എന്നൊരു ഹദീസ് കാണാൻ കഴിയും നമുക്ക്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവൻ, അള്ളാഹുവിന് വേണ്ടി വേർപിരിഞ്ഞവൻ, നല്ല നിലക്കായി സ്നേഹിച്ചു നിന്നു, വേണ്ടാത്തനം ചെയ്തു, അള്ളാഹുവിന്റെ മതത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത തെറ്റായ പ്രവർത്തനം ചെയ്തു, അതോടുകൂടെ അവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. അങ്ങനെ ചെയ്തവൻ, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ദാനം ചെയ്തവൻ, അള്ളാഹുവിന്റെ കോപം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ദാനം ചെയ്യാതിരുന്നവൻ എന്നല്ലോ. തെറ്റായ കാര്യങ്ങൾക്ക് പണം ചെലവാക്കാതിരിക്കുക. എന്തുകൊണ്ട്? അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അങ്ങനെ എന്തും അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവൻ, അള്ളാഹുവിന് വേണ്ടി പിരിഞ്ഞവൻ, അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്തവൻ, അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യാതെ തടഞ്ഞു നിർത്തിയവൻ, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർണ്ണമായിരിക്കുന്നു എന്നാ ഹദീസ് ശരീഫിൽ നമുക്ക് കാണാൻ സാധിക്കുക. അത്തരത്തിലുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.